പിതാവും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദ്യം മുതലിലേക്കും ആമീൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് വിശദീകരിച്ചു. ഇനിയും 18 മുതൽ ഉള്ളതാണ്. 18 മുതൽ 19 വരെയുള്ള 19 മുതലുള്ള വാക്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ അത് നമ്മൾ കണ്ടു. കർത്താവ് തന്നെ, അതായത് യേശു തന്നെ പറയുന്നു, എന്നെ പിതാവ് സ്വർഗത്തിൽ നിന്ന് അഭിഷേകം ചെയ്ത് എന്നെ അയച്ചതാണ്. മറ്റ് പ്രവാചകന്മാർ, അത് ഇവിടെ ലൂക്ക അത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നു. മറ്റ് പ്രവാചകന്മാരെയെല്ലാം അവർ വിശ്വസിക്കുന്ന, അവർ വന്ദിക്കുന്ന എല്ലാ പ്രവാചകന്മാരെ, യേശയ്യ, ജെറമിയ, അങ്ങനെ തുടങ്ങിയ പ്രവാചകന്മാരെ എല്ലാം, ഏലിയ, ഇവരെയൊക്കെ, എലീഷ, ഇങ്ങനെയൊക്കെയുള്ള പ്രവാചകന്മാരെയൊക്കെ അഭിഷേകം ചെയ്ത് ദൈവം തന്നെ അയക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് നയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് യേശുവിനെയും ഇവിടെ ലൂക്ക അവതരിപ്പിക്കുന്നത്. യേശുവും തന്നെ പറയുന്നു, എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അത് കണ്ടു. എന്തിനാണ്? യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. 19 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞിട്ടാണ് കർത്താവ് പുസ്തകം അടച്ചു ശുശ്രൂഷകരെ ഏൽപ്പിച്ചത്. ശുശ്രൂഷകനെ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് പറയുകയാണ്, ഇത് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇത് ഇപ്പോൾ നിറവേറിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് ലൂക്ക ഇവിടെ അവതരിപ്പിക്കുന്നത്, യേശുവിനെ അവർ പ്രതീക്ഷിച്ചിരുന്ന, മോശയെപ്പോലൊരു പ്രവാചകൻ വരും, നിങ്ങളുടെ ഇടയിൽ നിന്ന് വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഇടയിൽ നിന്നാണല്ലോ, നസറത്തിൽ നിന്നാണ് വന്നതെന്ന് അവർ വിശ്വസിക്കുന്നു. ഒരു പ്രവാചകൻ വരും. പക്ഷേ ബേത്ലഹേമിലായിരുന്നു യേശുവിൻ്റെ ജനനം. അപ്പോൾ അതുപോലെ ഒരു പ്രവാചകൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു എന്നുള്ളത് ലൂക്ക ഇവിടെ സമർത്ഥിക്കുകയാണ്. കർത്താവും പറഞ്ഞിരിക്കുകയാണ്, അതിപ്പോൾ ഈ പ്രവചനങ്ങൾ എന്താണ് പ്രവചനങ്ങൾ പറയുന്നത്? അപ്പോൾ ദൈവദൂത അറിയിക്കാനായിട്ട് അന്ന് പ്രവാചകന്മാരെയൊക്കെ ഇതുവരെ അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സ്നാപകൻ വരെയുള്ള എല്ലാവരെയും ഇങ്ങനെ അഭിഷേകം ചെയ്ത് അയച്ചതാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രവാചക ദൗത്യത്തിൽ കൂടി വചനലിഖിതങ്ങളെല്ലാം തന്നിൽ കൂടി നിറവേറുന്നതായിട്ടാണ് യേശു പ്രസ്താവിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ രക്ഷയുടെ പുതിയ ഒരു സുവിശേഷം, ദൂത് അവരെ അറിയിക്കേണ്ടിയിരിക്കുന്നു. അവർ ഇത്രയും നാൾ നോക്കി പാർത്തിരുന്ന, പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ആ ദിവസം ഇതാ ആഗതമായിരിക്കുന്നു. അതാണ് ഇവിടെ വത്സരം, ഈ വത്സരം ഇവിടെ ആഗതമായിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഇവിടെ പറയുന്നത് വചനലിഖിതങ്ങളെല്ലാം തന്നിൽ കൂടി നിറവേറുന്നതായിട്ടാണ് പ്രസ്താവിക്കുന്നത്. അതിനാണ് പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ ഇത് നിറവേറുന്നു. അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ, അതായത് ദൈവരാജ്യത്തിൻ്റെ ഈ സുവിശേഷത്തിൻ്റെ ഇതുവരെ യഹൂദ ജനതയെല്ലാം നോക്കി പാർത്തിരുന്ന, വലിയ പ്രതീക്ഷയോടെ അവർ പ്രത്യാശ വച്ചിരുന്ന ആ വചന ഭാഗങ്ങളെ, എല്ലാ ലിഖിതങ്ങളെല്ലാം ഇവിടെ നിറവേറുകയാണ്. തൻ്റെ സുവിശേഷത്തിലുടനീളം അത് ഇവിടുന്ന് ലൂക്ക ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തൻ്റെ രചനകളല്ല, അപ്പോസ്തല പ്രവർത്തനങ്ങളിലുണ്ട്. അത് എങ്ങനെയുള്ളവരെയാണ്? അത് മർദ്ദിതർ, ദരിദ്രർ, നിങ്ങൾ തള്ളിക്കളഞ്ഞവർ, ചൂഷിതർ ആയിട്ടുള്ള ഇത് സമൂഹം ഒതുക്കി മാറ്റി, നിങ്ങളുടെ സമൂഹം ഒതുക്കി മാറ്റി നിർത്തിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ
മോചനം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. ഈ സംവത്സരം എന്ന് പറയുമ്പോൾ, സംവത്സരം എന്ന് പറയുന്നത് എല്ലാ വർഷത്തിലും പറയൂല്ല, അതായത് ജൂബിലി വർഷമാണെന്ന് നമുക്കത് മനസ്സിലാക്കാം. അത് കർത്താവ് പറഞ്ഞ ജൂബിലി വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? സർവ്വജനതകൾക്കും മോചനം കൊടുക്കണം. നീ അധികാരത്തിൽ കീഴിൽ, നിൻ്റെ അധികാരത്തിന് കീഴിലുള്ള സകലർക്കും മോചനം കൊടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഈ അങ്ങനെയുള്ള കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴാണ് അവർ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരുന്നു. യഹൂദ പ്രമാണികൾ, ഇത് അധികാരികളെല്ലാം അത് വളരെ ശ്രദ്ധിക്കുകയായിരുന്നു യേശുവിനെ. അതായത് മറ്റുള്ളവരെല്ലാം പുകഴ്ത്തുന്നുണ്ട്, അപ്പോൾ യേശുവിനെ ഇതെല്ലാം പറഞ്ഞപ്പോൾ പുകഴ്ത്തുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്താണ് കേൾക്കാൻ പോകുന്നതെന്ന്. അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കൃപാവചസ് കേട്ട് അവർ അത്ഭുതപ്പെടുകയും ചെയ്തു. അപ്പോൾ അതേസമയത്ത് മറ്റുള്ളവർ എന്തു ചെയ്തു? ഇവൻ ജോസഫിൻ്റെ മകനല്ലേ, ആ മറിയത്തിൻ്റെ മകനല്ലേ, ഇവൻ്റെ സഹോദരങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ മറിയത്തിൻ്റെ വയറ്റിൽ പിറന്ന സഹോദരങ്ങളെന്നല്ല, അവരുടെ ബന്ധുക്കൾ, ചേട്ടത്തി, അനിയത്തി, ചേട്ടനെയും മക്കളിലെല്ലാം ഉള്ളവരെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഇവിടെ ഉണ്ട്, അവരെല്ലാം കൂട്ടത്തിലുള്ളവരാണ് ഇവിടെ. അപ്പോഴങ്ങനെ ഉള്ള ഈ യേശുവിന് ഇത്രയും ബോധവും ജ്ഞാനവും വിവേകവും എല്ലാം എവിടുന്ന് കിട്ടി എന്നാണ് യഹൂദ പ്രമാണിമാർ, അധികാരികൾ അവർ ചിന്തിച്ചത്. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നത്, അപ്പോൾ ഇവിടെ ലൂക്ക അവതരിപ്പിക്കുന്നത് യേശുവിൻ്റെ ഒരു ദരിദ്രരോടും, അത് ദരിദ്രർ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, അവർ തള്ളിക്കളഞ്ഞവർ, ഒതുക്കി മാറ്റി നിർത്തപ്പെട്ടവർ, യഹൂദ സമുദായത്തിൽ നിന്നും യഹൂദരാണെങ്കിൽ തന്നെയും മാറ്റി നിർത്തപ്പെട്ടവർ. അങ്ങനെ കാരണം എന്താ? അവർക്ക് സമ്പത്തില്ല, സാമൂഹികമായിട്ടുള്ള സ്ഥാനമാനങ്ങളൊന്നുമില്ല, അവരെ പ്രത്യേകമായിട്ട് കരുതാനുള്ള യാതൊരു യോഗ്യതകളും അവർ നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ സുവിശേഷം അറിയിക്കാനാണ് കർത്താവ് വന്നത്. അവർക്ക് മോചനം കൊടുക്കാനാണ് വന്നതെന്ന് ആണ് പറയുന്നത്. അവർക്കെല്ലാം ബന്ധിതർക്ക് ആ മോചനം കൊടുക്കാൻ, അടിമകളായിട്ടുള്ളവർക്ക് എല്ലാം മോചനം കൊടുക്കാൻ. പിന്നെ മറ്റൊന്ന് പറയാൻ, നമുക്ക് സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം കൊടുക്കാൻ ജനതകൾക്ക്. അപ്പോൾ അതിനു വേണ്ടി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരം എന്ന് പറയുമ്പോൾ ഈ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും എല്ലാം മതപരമായിട്ടും എല്ലാം അകറ്റി നിർത്തിയിരിക്കുന്നവർക്ക് വേണ്ടിയാണ് അത് കർത്താവ്. അപ്പോൾ അങ്ങനെയുള്ള കർത്താവിൻ്റെ യേശുവിൻ്റെ ആ പൊതുപ്രവർത്തനത്തിൽ, ശുശ്രൂഷയിൽ യേശുവിൻ്റെ ആ ഒരു ഭാഗമാണ് ലൂക്ക തൻ്റെ സുവിശേഷത്തിലും തൻ്റെ രചനകൾ രണ്ടിലും, അതായത് അപ്പസ്തോല പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ എടുത്തു കാണിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട്. അവർക്കുള്ള യേശുവിനുള്ള പരിഗണന, സാമൂഹികമായിട്ട് അടിച്ചമർത്തപ്പെട്ടവർക്കുള്ള പരിഗണന, തള്ളിക്കളഞ്ഞവർക്കുള്ള പരിഗണന, വെറും ദരിദ്രർ, ഒന്നുമില്ലാത്തവരായ ജനതകളോടുള്ള ആ പരിഗണനയും അനുകമ്പയും കർത്താവ് അവരോടുള്ള ആ സ്നേഹവായ്പും എല്ലാം പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ ആ ഒരു ഭാഗം, ആ ഒരു വീക്ഷണം, ആ ഒരു രീതിയാണ് ഇവിടെ ലൂക്ക തൻ്റെ ഈ രചനയിൽ സുവിശേഷത്തിലുടനീളം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 6-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള ഭാഗങ്ങൾ, 12-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ, 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ, 16 മുതൽ 16-ാം അധ്യായത്തിൽ 19 മുതൽ 26 വരെയുള്ള ഭാഗങ്ങൾ, 19-ാം അധ്യായത്തിൽ 8-ാം വാക്യം. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന ഈ മാറ്റി നിർത്തപ്പെട്ടവരാണ്, അടിച്ചമർത്തപ്പെട്ടവരും എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട വെറും സാധാരണക്കാരെന്ന് അവർ കരുതുന്നവർ, അവരുടെ കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ പറ്റാത്തവരും, അവർ യഹൂദരാണ്, പക്ഷേ
അവരെ പോലെ കരുതാൻ അവർക്ക് സാധിക്കുന്നില്ല പ്രമാണിമാർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവരെ കർത്താവ് പ്രത്യേകം പരിഗണിക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം ഇവിടങ്ങളിലെല്ലാം ലൂക്ക പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആ ഒരു സ്വഭാവ, ആ രീതി, പ്രവർത്തന ശൈലി, അവരോടുള്ള പ്രത്യേകമായ കരുതൽ അവിടുന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് ലൂക്ക. അപ്പോൾ അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് അതുപോലെ 17-ാം അധ്യായം 22-ാം വാക്യത്തിലും ഇത് പറയുന്നുണ്ട്. അവഗണിച്ച് തള്ളപ്പെട്ടവർ, വെറും ദരിദ്രരായവർ, മുടന്തരും രോഗികളും കുഷ്ഠരോഗികളും ഒക്കെ ആയിട്ടുള്ളവർ, 14-ാം അധ്യായം 12 മുതൽ 14 വരെ. അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹങ്ങളാണ് യേശു പഠിപ്പിച്ച രക്ഷയുടെ സന്ദേശം സ്വീകരിച്ചതും യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് അവരൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നതും അവരാണ് പ്രഘോഷിച്ചു കൊണ്ടിരുന്നത്. യേശുവിനെ സ്തുതിച്ച് ബഹുമാനിച്ചു കൊണ്ടിരുന്നത് അവരാണ് എന്ന് നമ്മൾ മറ്റ് സുവിശേഷങ്ങളിലും കാണാം. ഇവിടെ ലൂക്ക പ്രത്യേകമായിട്ട് അത് എടുത്ത് കാണിക്കുന്നു. മറ്റുള്ളവരെക്കാളുമൊക്കെ അവരാണ് യോഗ്യർ എന്ന്. അപ്പം അത് നമ്മൾ ഇവിടെ പറയുമ്പോൾ 18-ാം അധ്യായത്തിൽ അവിടുന്ന് എന്നെ ഈ ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. അപ്പോൾ ഈ 58-ാം ഇത് അത് യെശയ്യായുടെ ആ അധ്യായം മാത്രമല്ല, 61-ൽ രണ്ടാം വാക്യത്തിലും ഇത് ആ വാക്യം കൂടെ അവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ പക്ഷേ 2-ാം വാക്യത്തിൽ പ്രഘോഷിക്കുവാനും ഇവിടെ 2-ാം വാക്യത്തിലെ അവസാനത്തെ ഭാഗം കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ കൃപാവത്സരം എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞ ജൂബിലി വർഷം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും, അത് ഈ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും അത് അവിടുന്ന് ലൂക്ക വിട്ട് കളഞ്ഞു. കാരണം കർത്താവിൻ്റെ അവിടെ പ്രതികാര ദിനത്തിന് കർത്താവിൻ്റെ ആ തെറ്റുകാരോട് പാപത്തിൽ തന്നെ കഴിഞ്ഞ് അങ്ങ് കൂടുന്നവരോട് ആര് പറഞ്ഞാലും അനുസരിക്കാത്തവർ ദുശാഠ്യക്കാരായ ജനം നമ്മൾ പഴയ നിയമത്തിലൊക്കെ കാണാം. പഴയ നിയമത്തിൽ നമ്മളെ പുറപ്പാടിലുണ്ട്, നിയമാവർത്തനം പുസ്തകം 9-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾ ദുശാഠ്യക്കാരായ ജനമാണ്, എന്ത് പറഞ്ഞാലും നിങ്ങൾ അങ്ങനെയുള്ളവരാണ് എന്നെല്ലാം പിതാവായ ദൈവം അവരെ പറയുന്നുണ്ട്. പലയിടത്തും വെച്ച് അത് പറയുന്നുണ്ട്, ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം അവർ പലപ്പോഴും അങ്ങനെയായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നു, താൽക്കാലിക സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒക്കെ വേണ്ടി ലോക സുഖത്തിനും മറ്റ് ജനതകളുടെ ആർഭാടങ്ങളും എല്ലാം കണ്ടിട്ട് അവർ അങ്ങനെ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനും കൂടി വേണ്ടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ പ്രതികാര ദിനമില്ല, അവരോടൊക്കെയാണ് പ്രതികാരം ദൈവം കാണിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ പ്രതികാര ദിനം, കർത്താവിൻ്റെ പ്രതികാരമില്ല, പകരം അവരോടുള്ള ദീനാനുകമ്പ, അവരോടുള്ള ദീർഘമായ ക്ഷമ, അനന്തമായ സ്നേഹം ക്രിസ്തുവിൻ്റെ, ഇതാണ് ഇവിടെ ഇനിയും മുതലുള്ള വത്സരം, ജൂബിലി വർഷം, ഈ വർഷം മുതലാണ്ട് ഇവിടെ ആരംഭിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ലൂക്ക ഇത് ഇവിടെ പറയുന്നത്? കർത്താവിൻ്റെ നമ്മൾക്ക് പറയുന്നതുകൊണ്ട് സ്നാനം കഴിഞ്ഞു, പരസ്യ ജീവിതം, യേശു ദൗത്യം ആരംഭിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ വരുന്നത് സ്വന്തം ദേശത്ത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതെന്തുകൊണ്ടാണ്? മറ്റുള്ള സുവിശേഷകരിലെല്ലാം അതിനു മുൻപേ വേറെ സ്ഥലങ്ങളെല്ലാം കർത്താവ് പ്രഘോഷിക്കുന്നുണ്ട്, അവിടെ എല്ലാം സുവിശേഷം പ്രവർത്തിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ലൂക്കായും സമ്മതിക്കുന്നുണ്ട്, കാരണം അടുത്ത വാക്യത്തിൽ കാണാം. പക്ഷേ ഇവിടെ ലൂക്ക പറയുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്നത്
സ്വന്തം നാട്ടിൽ തന്നെ, സ്വന്തം ജനതയിൽ അവിടെ തന്നെ, സ്വന്തം ഇടവകയിൽ തന്നെ, പള്ളിയിൽ തന്നെ, അതായത് സിനഗോഗിൽ തന്നെ കർത്താവ് ആരംഭിക്കട്ടെ. അവിടെ ആദ്യം എടുത്ത് കാണിക്കണം ആരംഭിക്കുന്നതായിട്ട്. അതെടുത്ത് കാണിക്കുകയാണ്. ആ ഒരു ഉദ്ദേശമാണ് ഇവിടെ കർത്താവ് അവിടെ സ്വീകരിക്കുന്നവരുമുണ്ട്, അതേസമയം തന്നെ തിരസ്കരിക്കുന്നവരും കർത്താവിനെ നിരാകരിക്കുന്നവരും ഉണ്ടെന്ന് അവിടുന്ന് എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ അവിടെ അതേ കർത്താവ് പറഞ്ഞ് അതുപോലെ എല്ലാവരും അങ്ങ് വിശ്വസിക്കുകയല്ല. അപ്പം പുസ്തകം അടച്ച് കൊടുത്തിട്ട് കർത്താവ് വീണ്ടും പറയുകയാണ്, എന്തിനാണ് ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. അപ്പോൾ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ യെശയ്യായുടെ പ്രവചനത്തിലെ ഈ തിരുവെഴുത്തുകൾ, ഈ പുസ്തകത്തിലെ തിരുവെഴുത്തുകൾ നിറവേറിയിരിക്കുന്നു. അതങ്ങനെയാണ്. അതായത് പഴയ നിയമഗ്രന്ഥത്തിലെ പ്രവചനങ്ങളെല്ലാം അവിടുന്ന് പൂർത്തീകരിക്കുന്ന കാലം തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഈ വർഷം, ഈ ജൂബിലി വർഷം, ഈ സംവത്സരം, പ്രധാനമായ കൃപാ വർഷത്തിൽ, യഹോവയുടെ കൃപാവത്സരത്തിൽ തുടങ്ങിയിരിക്കുകയാണ് എന്ന് സാരം. പഴയ നിയമത്തിലെ പ്രവചനങ്ങളെല്ലാം ആ ലിഖിത ഗ്രന്ഥങ്ങളിൽ തന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്നതെല്ലാം അവിടുന്ന് ഇതിപ്പോൾ നിറവേറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആരംഭം അവിടുന്ന് സ്വന്തം ആരാധനാലയം, അതായത് സ്വന്തം ദേശത്തിൻ്റെ പ്രാർത്ഥനാലയത്തിൽ നിന്ന്, സിനഗോഗിൽ നിന്ന് തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ സാരം. അതായത് പഴയ നിയമ ലിഖിതങ്ങളിലെ പഴയ നിയമ ജനതയുടെ ആശകളും പ്രതീക്ഷകളും എല്ലാം യേശുവിൻ്റെ ഈ പരസ്യ ശുശ്രൂഷയിലൂടെ അതായത് നിറവേറിയിരിക്കുന്നത്. അതായത് ലൂക്ക 24 അധ്യായം 25, 27, 44, 46 വാക്യങ്ങൾ, പിന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 3 അധ്യായം 18 ഇതൊക്കെ പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പീഠാനുഭവം, ഉത്ഥാനം, ഇവയെല്ലാം യേശുവിലൂടെ തന്നെ ഇവിടെ നിറവേറുകയാണ് ഈ ഭാഗത്ത് എന്നുള്ള അതിൻ്റെ ഒരു ഷാഡോയാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ മുൻപുള്ള നിഴൽ, ഇത് ഇവരുടെ തിരസ്കരണം കാണിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആ ലിഖിതങ്ങളിലുള്ള എല്ലാ ജനതകളുടെ പ്രത്യേകത നമുക്കറിയാം. അവർ ആ ഒരു രക്ഷകനെ, മിശിഹായെ, ഈ സാധാരണക്കാരായ ജനതകളെല്ലാം തന്നെ അത്യധികം ആവേശത്തോടെ അവർ പ്രതീക്ഷിച്ചിരുന്ന, അവരുടെ പ്രത്യാശയായിരുന്നു ഇങ്ങനെ ഒരു പ്രവാചകൻ വരും എന്നുള്ള. മിശിഹ വരും, അങ്ങനെയുള്ള മിശിഹായുടെ രാജ്യം, സാമ്രാജ്യം വരും, ലോകം മുഴുവൻ അതായിരിക്കും ഇനി ആ മിശിഹായായിരിക്കും ഭരിക്കുന്നത് എന്നുള്ള ആ ഒരു പ്രത്യാശ അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പൂർണ്ണമായ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്. ഇതെല്ലാം ഇവിടെ നിറവേറി. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെല്ലാം, നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ജനതകൾക്കുള്ളതെല്ലാം ഇവിടെ, ആശകളും പ്രത്യാശകളെല്ലാം ഇവിടെ നിറവേറിയിരിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, അധികാരികൾക്ക്, താൻ മിശിഹയാണെന്ന് ഇവൻ പറയുകയാണ്. യേശു പറയുകയാണ്, താനാണ് മിശിഹ, ഇതെല്ലാം നിറവേറ്റേണ്ടുന്നവൻ മിശിഹയാണ്, ആ ക്രിസ്തുവാണ്. അപ്പോൾ ആ ക്രിസ്തുവാണ് താനെന്ന് ഇവൻ പറയുന്നു. അത് അവർക്ക് പറ്റത്തില്ല. കാരണം ഇവൻ ജോസഫിൻ്റെ മകനല്ലേ, മറിയത്തിൻ്റെയും മകനല്ലേ, അവൻ്റെ ബന്ധുക്കളും ചാർച്ചക്കാരെല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഇടർച്ച, യേശുവിനുള്ള ഇടർച്ച, ഇതെല്ലാം അറിഞ്ഞാണ് യേശു അവിടെ പറയുന്നത്. ഏലിയായുടെയും എലീശായുടെയും കാലത്തെ സംഭവങ്ങളെല്ലാം പറയുന്നത് ഇവിടെ അവരോട് പറയുന്നത്, ഇത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാം പറയുന്നത് എന്താണ്? 22 താൻ പഴയ സംഭവങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതൊന്നും ഇവർ ഇങ്ങനെ തിരസ്കരിക്കുകയാണെങ്കിൽ
പുറജാതികളുടെ ഇടയിലേക്ക് ഞാൻ പോവുകയാണ്, ഇത് സ്വീകരിക്കേണ്ടുന്നവർ പുറജാതിക്കാരായിരിക്കും ഇത് നിങ്ങളെക്കാളും മുൻപേ ആയിട്ട് സ്വീകരിക്കുന്നവർ. ഇത് നമ്മൾ പല യേശുവിൻ്റെ പിന്നീടുള്ള പ്രബോധനങ്ങളെല്ലാം അത് കാണുന്നുണ്ട്. യേശുവിലൂടെ തൻ്റെ പരസ്യ ജീവിത ശുശ്രൂഷയിലൂടെ ലൂക്ക പറയുന്ന 25 മുതൽ 27 വരെ, 44, 46 വരെയുള്ള വാക്യങ്ങൾ, ഇതിലെല്ലാം പറയുന്ന തൻ്റെ കുരിശ് മരണവും അത് അങ്ങനെയാണല്ലോ രക്ഷ വരുന്നത്, കുരിശ് മരണത്തിൽ കൂടി. അത് എല്ലാം അപ്പോൾ ആ പ്രവാചകന്മാർ മുൻപ് ഇതെല്ലാം പ്രവചിച്ചിട്ടുണ്ട്. മിശിഹ യേശു ഇങ്ങനെ ഈ പ്രവാചകൻ രക്ഷകൻ ഇങ്ങനെല്ലാം സഹിക്കണം, പീഡകളെല്ലാം സഹിക്കണമെന്ന്. അപ്പോൾ ഇതെല്ലാം നിറവേറുന്നു എന്ന് കാണിച്ചപ്പോൾ അത് ഇവിടെ അവർക്ക് മനസ്സിലായി. യേശുവിനറിയാം ഇതെന്തുകൊണ്ടാണ്, പിന്നെ അവരെ പ്രകോപിപ്പിക്കാനാണോ ഇത് പറഞ്ഞത്? അല്ല, ഇവർ ഇങ്ങനെ തന്നെയാണെന്ന് കർത്താവിനെ അറിയാമായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുറപ്പാട്, നിയമാവർത്തനം, ഇതിലെല്ലാം പലയിടത്തും പറയുന്നുണ്ട്. പിതാവായ ദൈവം പറയുന്നുണ്ട്, പിതാവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ദുശാഠ്യക്കാരായ ജനങ്ങളാണ്. ഞാൻ എന്തെല്ലാം നിങ്ങൾക്ക് നന്മ ചെയ്താലും നിങ്ങൾ ദുശാഠ്യക്കാരായ ജനങ്ങളാണ്. അപ്പോൾ ഇവരെയെല്ലാം വിട്ട് പുറജാതിക്കാരുടെ ഇടയിലേക്ക് കർത്താവ് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഇവരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. താൻ മിശിഹായാണെന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ട് ഞാൻ പുറജാതിക്കാരുടെ ഇടയിലേക്ക് പോവുകയാണോ എന്നുള്ള വ്യംഗ്യമാണ് അവിടെ പറഞ്ഞു വെച്ചത്. അപ്പോൾ നാമാൻ സുഖമാക്കപ്പെട്ടതല്ല, പുറജാതിക്കാരനാണ് എലീഷയുടെ കാലത്ത്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ തങ്ങളെ തീർത്തും തള്ളിക്കളഞ്ഞ് തങ്ങൾ ആരുമല്ലെന്നുള്ള ഒരു വ്യംഗ്യം അവിടെ, ഒരു വ്യംഗ്യാർത്ഥം അവിടെ പറയുന്നു. അപ്പോൾ അതവർക്ക് സഹിക്കില്ല. കാരണം ആരുമല്ലാത്ത എങ്ങനെ? യഹോവയുടെ ശ്രേഷ്ഠ ജനതയാണ്. 4-ാം അധ്യായത്തിൽ, നിയമാവർത്തനം 4-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളെ മറ്റ് ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ രൂപപ്പെടുത്തിയെടുത്തതാണ്. ഇതുപോലെ വേറെ ഏത് ശ്രേഷ്ഠ ജനതയുണ്ട്? ഒരു ജനതയുണ്ട്, ഏതൊരു ദൈവം അവരുടെ ജനതകളെ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട് തനിക്ക് വേണ്ടി? അങ്ങനെയെങ്കിലും ദൈവം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ അവർ ശ്രേഷ്ഠരാണ്, മറ്റുള്ളവരെ എല്ലാവരെയും കാണും. നിങ്ങളുടെ നിയമസംഹിതകളും എല്ലാം ഞാൻ തന്നിട്ടുള്ളതെല്ലാം, നിങ്ങളെ നയിച്ചിട്ടുള്ളതും എല്ലാം കേട്ടാൽ മറ്റുള്ളവർ പറയുന്നു എപ്പോഴും ദൈവം, അവിടെ പറയുന്നുണ്ട് 4-ാം അധ്യായത്തിൽ, എപ്പോഴും ദൈവം കൂടെയുള്ള ഇത്ര ശ്രേഷ്ഠമായ ജനത, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം ഉള്ള ഒരു ദൈവം കൂടെയുള്ള ഒരു ദൈവം കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ശ്രേഷ്ഠ ജനത ഈ ഭൂമുഖത്ത് എവിടെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകത്തില്ല, ഇപ്പോഴും എവിടെയുണ്ട്? ഈ ഒരു ജനത, യഹൂദ ജനത മാത്രമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ശ്രേഷ്ഠ ജനത എന്ന് ദൈവം പറഞ്ഞിട്ടുള്ളതിന് ഇവിടെ യേശു തള്ളിക്കളയുന്നു. അപ്പോൾ തങ്ങളെ നിരാകരിച്ച് പറയുകയാണ്, നിങ്ങളുടെ മനസ്സ് കഠിനമായിപ്പോയി, കാലുഷ്യം നിറഞ്ഞതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്, ദൈവത്തിന് നിങ്ങളെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ഇതിനു മുൻപേ, നിങ്ങളെക്കാളും മുൻപേ നിങ്ങളങ്ങനെ വരും. മുൻപേ പുറജാതിക്കാർ വന്നു ചേരും ദൈവത്തിൻ്റെ പക്കലേക്ക്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോഴാണ് അവർക്ക് ഈ പുറജാതിക്കാരടുത്ത് എലീശായും ഏലിയായും ഒക്കെ ചെന്ന് അവിടെ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവരുടെ ഇടയിൽ ഇതെല്ലാം കേട്ടപ്പോഴാണ് പിന്നെ ഈ ജൂബിലി വർഷത്തിലുള്ള ഇത് യേശു നടപ്പിലാക്കാൻ വന്നതാണ്. ആ വിമോചനം, പൂർണ്ണമായ വിമോചനം, സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും മതപരവുമായ എല്ലാ വിമോചനവും കൂടെ നടത്താൻ വന്നിരിക്കുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ അവരുടെ മുൻവിധിയാണ് അവർക്ക് മുന്നിൽ നിന്നത്. അവർക്ക് കർത്താവിൻ്റെ ഈ സുവിശേഷം, യേശുവിൻ്റെ സുവിശേഷം അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇവിടെ അവിടെ ലൂക്ക സമ്മതിക്കുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്, ഓർമ്മയുണ്ട്. അല്ലാതെ ഇവിടുന്ന് തുടങ്ങിയതുകൊണ്ട് ഇതാണ് ആരംഭം കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ എന്ന് പറയുന്നില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവൻ അവരോട് പറഞ്ഞു, വൈദ്യ നിന്നെ തന്നെ, 23-ാം വാക്യം, സുഖപ്പെടുത്തുക എന്ന ചൊല്ലുദ്ധരിച്ചുകൊണ്ട്, തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനഹൂമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിൻ്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. ഇവിടെ യേശു അതിപ്പോൾ കഫർനഹൂമിൽ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നു എന്നുള്ളത് ലൂക്കായും മറ്റ് സുവിശേഷകരെ പോലെ തന്നെ അവിടെ സമ്മതിക്കുന്നു. പക്ഷേ ഇവിടുന്ന് വേണമായിരുന്നു തുടങ്ങാൻ
എന്നുള്ളതാണ് ലൂക്കായുടെ ശൈലിക്ക് പറ്റിയ ഇവിടെ ഇന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മുൻവിധിക്ക് അനുസരിച്ച് അവർക്ക് വചനം സ്വീകരിക്കാൻ കഴിയാതെ ഈ രോഗശാന്തി അടയാളങ്ങളും തേടി വന്നവരെ കുറച്ച് പേരെ, ഏതാനും പേരെ സുഖപ്പെടുത്താനേ അവരുടെ നാട്ടിൽ അവർക്ക് കഴിഞ്ഞുള്ളൂ, ആ യേശുവിന് കഴിഞ്ഞുള്ളൂ. മറ്റുള്ളതെല്ലാം നടന്നു, അതുപോലെ ഇവിടെ നടക്കാൻ തേടി വന്നവർക്ക് എല്ലാവർക്കും പറ്റിയില്ല, അവരുടെ വിശ്വാസരാഹിത്യം. അപ്പോൾ ഈ ഒരു കൂട്ടർ അവർ ഉന്നതരായ അവർ പറയുന്നത് കേട്ട് മാറിയവർ സാധാരണക്കാരിലും കുറച്ച് പേരുണ്ടായിരുന്നു. ഇവരെ പേടിച്ചതൊന്നും അവർക്കത് അനുസരിക്കാൻ വയ്യ, പ്രകടിപ്പിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയിൽ അവർ എത്തിയിരുന്നു. അപ്പോൾ ഇവിടെ വിശുദ്ധ ലൂക്ക പറയുന്നത്, അപ്പോൾ ഈ ഭാഗങ്ങളിൽ പറയുന്നത് യേശുവിൻ്റെ ആ ലൂക്ക 24 അധ്യായം, പിന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 3 അധ്യായം 18. അപ്പോൾ ഇതിലെല്ലാം പറയുന്നത് ആ പ്രവാചകന്മാരുടെ യേശുവിനെ പറ്റിയുള്ള ആ മുൻ പ്രവചനമാണ് പഴയ നിയമലിഖിതങ്ങളിലുള്ളത്, പ്രവാചക ഗ്രന്ഥങ്ങളിലുള്ളത്. അതിവിടെ നിറവേറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഇവർക്കും മനസ്സിലായി. അപ്പോൾ തന്നെ നീതീകരിക്കുന്നു, താനാണ് എന്ന് ഇതെല്ലാം പ്രഖ്യാപിക്കുകയാണ് എന്നാണ് അവർ മനസ്സിലായത്. അതുകൊണ്ടാണ് അവർക്ക് കോപം കൊണ്ട് കർത്താവിനെ കൊല്ലുന്നതിന് വേണ്ടി, യേശുവിനെ കൊല്ലുന്നതിന് വേണ്ടി തന്നെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന വലിയ കുന്നാണ്, അതിൻ്റെ താഴെ വലിയ ഗർത്തമുണ്ട്, ആ കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് തള്ളിയിടാൻ നോക്കിയത്. കാരണം അവിടെ കൊലയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. പക്ഷേ എന്താണ് അവിടെ കണ്ടത്? അത് യെരുശലേമിൽ അതിൻ്റെ പ്രാന്തപ്രദേശമായ കാൽവരിയിൽ നടക്കാൻ പോകുന്ന യാഗത്തിൻ്റെ അവർ സ്വയം അവിടുന്ന് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന ആ ക്രൂശ് മരണത്തിൻ്റെ ഒരു ഷാഡോയാണ്, മുൻപുള്ള ഒരു പ്രോട്ടോടൈപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ അവർ കാണിച്ചത്. അവിടുന്ന് യേശു അവരുടെ ഇടയിൽ നിന്ന് തന്നെ അവർ അന്ധരായിപ്പോയി, സ്തബ്ധരായിപ്പോയി. അവർക്ക് കാരണം യേശു ദൈവമാണ്, ദൈവപുത്രനാണ്, അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവരുടെ ഇടയിലൂടെ തന്നെ നടന്ന് അവിടുന്ന് പോയി കളഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ഈ സുവിശേഷം ഇത് 30 വരെയുള്ള ഭാഗങ്ങൾ ആണ് ഇത് പറഞ്ഞത്. നമ്മൾ ഇത് ഇന്നും നമ്മൾക്ക് ഈ ഇതെല്ലാം നമ്മൾ നമ്മൾ ഇന്നും യേശുവിനോട് ചെയ്ത ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നും ക്രിസ്ത്യാനികൾ എല്ലായിടത്തും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല, നമ്മുടെ സമയം ആയി. അടുത്ത ഭാഗങ്ങളിൽ, അടുത്ത എപ്പിസോഡിൽ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി കുറച്ചുകൂടെ വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്നവർ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യണം. അത് യൂട്യൂബിൽ അത് കാണുന്നതിന് അവരെ പ്രേരിപ്പിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോട് പറയുകയും ചെയ്യണം, പ്രേരിപ്പിക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അപ്പോൾ അവർക്ക് തന്നെ അവരുടെ ഫോണിൽ ഇത് കിട്ടിക്കൊണ്ടിരിക്കും. എൻ്റെ ഈ എപ്പിസോഡുകളെല്ലാം തന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, അവർക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നൊയമ്പ് കാലമാണ്, സമയം അങ്ങ് പോയി, ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചിരുന്നു, അങ്ങ് വിട്ടുപോയി. എവിടെയെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ എവിടെയായാലും, ഏത് റീത്തുകളിൽ, ലത്തീൻ റീത്തോ സുറിയാനി റീത്തോ എവിടെയായാലും ശരി തന്നെ, റീത്തുകളിൽ പ്രയർ ഗ്രൂപ്പുകളിലോ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കൂടുന്ന നിങ്ങളുടെ സംഘങ്ങളിൽ വചനം പറയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ എനിക്ക് എത്താവുന്ന സ്ഥലത്ത് ഞാൻ എത്തുന്നതായിരിക്കും. അതിനും കൂടി ശ്രദ്ധിക്കുക. അത് പൊതുവിൽ ഒരു ഡയറക്റ്റ് ക്ലാസ് ആകുമ്പോൾ, ഇത് നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ ഓഫ്ലൈനിൽ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കത് മുഴുവനായിട്ട് ഒരു ടോക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫലപ്രദമായിട്ട് നല്ലൊരു ടോക്ക് എടുക്കാൻ നമുക്ക് പറ്റും. 1 മണിക്കൂറോ 1.25 മണിക്കൂറോ ഒക്കെ കിട്ടുകയാണെങ്കിൽ. അതിനുവേണ്ടി സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക, അറിയിക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ ഇത് ചാനൽ അറിയാമല്ലോ,
ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.